ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 159. നമ്മളെ മണ്ഡലം 1 അഷ്ടകം 2 19ാമത്തെ അനുഭാഗമായിട്ട് 129ാമത്തെ സൂക്തമാണ് ഇന്ന് നോക്കുന്നത്. ഇതിലെ ദേവത ഇന്ദ്രനാണ്. നമ്മൾ ഇന്ദ്രനെ ആധുനിക സയൻസ് മനസ്സിലാക്കിയിട്ടില്ല. സയൻസ് മാത്രം കൊണ്ട് പ്രപഞ്ചത്തിലൊന്നും നടക്കില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു തത്വമാണ്. ആ തത്വത്തെ പ്രയോഗത്തിൽ വരുത്തുവാൻ അതിനൊരു മാനേജ്മെന്റ് വേണം, അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ഇപ്പം സാമ്പാർ ഉണ്ടാക്കേണ്ട പാചകവിധിയെല്ലാം പുസ്തകത്തിലുണ്ട്, സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് സയൻസ് ഉണ്ട് എന്ന് വെച്ച് അത് സാമ്പാറാവില്ല. സാമ്പാറാണ്ടിക്ക് അതിനെ ഏകോപിപ്പിക്കണം. അപ്പം കർമ്മങ്ങൾ നമ്മൾ കാണുന്ന കർമ്മത്തിനെല്ലാം നമ്മൾ ഏകോപിപ്പിക്കണം. വെണ്ടക്ക മുറിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് തീ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥ പ്രവർത്തനം അതിലാണ് നടക്കുന്നത്. അത് നടക്കുന്നതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. ആ പ്രേരക ശക്തി മാത്രമല്ല, പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച സയൻസിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. സയൻസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, പ്രപഞ്ചത്തിലുള്ളതാണ്. പ്രപഞ്ച സൃഷ്ടി സമയത്ത് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശാസ്ത്രത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുകയേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ സയൻസ്, നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തുള്ള സയൻസിൽ നിന്നും ഒരു പ്രേരക ശക്തി വരിക എന്ന് പറഞ്ഞാൽ അത് ആ സൃഷ്ടി സമയത്ത് തന്നെ ഒരു പ്രേരക ശക്തിയെ അതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട്, പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മളെ ഏകോപിപ്പിക്കുന്ന പോലെ അതിൻ്റെ അകത്തും ഒരു പ്രേരക ശക്തിയുണ്ട്. അതിനാണ് ഇന്ദ്രൻ എന്നെല്ലാം വേദങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേദം സയൻസും മാനേജ്മെൻറ്റും, ഇന്ന് ഒരു എൻജിനീയർ ആയതുകൊണ്ട് കാര്യമില്ല, MBA പഠിക്കണം, പ്ലാനിങ് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം, എങ്കിലേ ബിസിനസ് നടത്താൻ പറ്റും. അക്കൗണ്ടൻസി വേണം, എല്ലാം വേണം. ഹിസ്റ്ററി, ചരിത്രം പഠിക്കണം, രാഷ്ട്രീയക്കാര സ്വഭാവം പഠിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്കൊരു വ്യവസായം എന്തെങ്കിലും സയൻസ് ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ അകത്ത് നടക്കുന്ന ഏകോപനത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അജ്ഞാത ശക്തിയുണ്ട്, അതിനവർ ഇന്ദ്രൻ എന്ന് പേര് കൊടുത്തു. ആ ശക്തി സയൻസിൽ നിന്ന് വരുന്നത് തന്നെയാണ്. എല്ലാ പ്രവൃത്തികളും ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നടത്തുന്നത് ആ ഏകോപിപ്പിക്കുന്ന ആ ശക്തിയാണ് നമ്മളെല്ലാം. നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളല്ല കുട്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തെല്ലോ പ്രവർത്തനങ്ങൾ നടന്നിട്ട് ഏത് സ്വഭാവമുള്ള കുട്ടിയെല്ലാം വേണമെന്ന് അവിടെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഏകോപിപ്പിച്ചിട്ട് കാലത്തിൻ്റെ നാളത്തെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള ഒരു കുട്ടിയെയാണ് അത് സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്, അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം വേദം വെറും സയൻസ് വെച്ച്, അതാണ് നമ്മൾ യുക്തിവാദികൾക്കെല്ലാം ഇന്ന് പറ്റിയ മിസ്റ്റേക്ക്. അവർ സയൻസ് മാത്രമാണ് എടുക്കുന്നത്, സയൻസ് അല്ല. അതിൻ്റെ പിന്നിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അത് സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി തന്നെയായിരിക്കും. പക്ഷെ പുറമെ ഒരു പ്ലാനിങ് ഉണ്ട്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നല്ല ഇന്ന തരത്തിൽ പോകണം. അതാണ് ഒരു പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം പോകുന്നത്. ആ പ്ലാനിൽ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിലൂടെ പോകാം. ഈ വീക്ഷണത്തിലൂടെ അതിനെ നോക്കിയാൽ മതി, നമുക്കതിൻ്റെ ഉത്തരം കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. ഒന്നിലെന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129 1. ഋഷി പരിച്ഛേവൻ ദേവത ഇന്ദ്രൻ ഛന്ദസ് അഷ്ടി ശക്വരി. യം ത്വം രഥമിന്ദ്രം മേധസാദയേ അപാക സന്തം ഇഷിര പ്രണയസി പ്രാനവദ്യ നയസി
സദ്യച്ചിത്തം അഭീഷ്ടയേ കരോ വശശ്ച വാജിനം സാസ്മാകം അനവത്യ തുതുജാനാ വേദസാം ഇമാം വാചം ന വേദസാം. ഇന്ദ്രൻ തടയപ്പെട്ട സ്വന്തം രഥം യജ്ഞത്തിനു വേണ്ടി മുന്നോട്ട് തെളിക്കുന്നു. ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നു, നീ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ, ഞങ്ങളുടെ വാണിയെ ജ്ഞാനികളുടെ വാണികൾക്ക് തുല്യം ശ്രവിക്കുകയും ചെയ്യണമേ. ഇന്ദ്രൻ ശക്തനാണെന്ന് പറയുകയാണ്. നീ തടയപ്പെട്ട നിന്റെ രഥത്തെ, രഥത്തിനെന്തിനാണ്? രഥം എന്ന് പറയുമ്പോൾ സഞ്ചരിക്കുക. ഇന്ദ്രനാണ് കാലത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. എവിടെ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനെയെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്ന ആ ശക്തി വിശേഷം രഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. ആ യജ്ഞസ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു? ആ രഥത്തെ തെളിച്ചു കൊണ്ടുവരികയാണ്. അവ എവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ചോറ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇന്ദ്രനുണ്ട്. നമ്മളൊരു കൃത്രിമ റബ്ബർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇന്ദ്രനുണ്ട്. എവിടെയും അവൻ അതിൻ്റെ രഥം തെളിച്ചു കൊണ്ടുവരുന്നു എന്ന് കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതിനോട് പറയുന്നു, നമ്മളെ രക്ഷിക്കണേ. നമ്മളെ രക്ഷിക്കുന്ന അതാണ്. നമ്മൾ അരിയും വെള്ളവും കൊടുക്കുന്നേ ഉള്ളൂ. തിന്നണ്ട പാകത്തിലാക്കി തരുന്നത് അതാണ്. അല്ലെങ്കിൽ നമുക്ക് അരി എടുത്ത് തിന്നാൻ പറ്റുമോ? വയറിന് കേടായി പോകും. അപ്പം നമ്മളെ രക്ഷിക്കുന്ന അത് തന്നെയാണ്. അതാണ് അരിയും വെള്ളത്തെയും ചോറാക്കി മാറ്റിത്തരുന്നത്. ഞങ്ങൾക്ക് ശക്തി തരണേ. നമുക്ക് ഈ കിട്ടുന്ന ശക്തി എവിടെ നിന്നാണ്? ഈ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ അകത്ത് വെച്ച് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ആ ശക്തി വിശേഷമാണ് നമ്മളെ മസിൽസുകൾക്കെല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നത്. ഞങ്ങളുടെ ജ്ഞാനിയെ, ബുദ്ധിമാന്മാരുടെ ജ്ഞാനികൾക്ക് തുല്യം ഉയർത്തണേ എന്ന് പറയുകയാണ്. നമുക്ക് ജ്ഞാനം നൽകുന്നതും ആരാണ്? ആ ഇന്ദ്രൻ തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് എന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ ചിന്ത പോവുകയാണ്. അപ്പം ഭക്ഷണത്തിൽ നിന്നുള്ള കിട്ടുന്ന ഊർജവും മനസ്സിലെ ആ ഭാഗങ്ങളും എല്ലാം കൂടി ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ചിന്തകളെ ഉണർത്തുന്നത്. അതും ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷം ഇന്ദ്രനാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129 2. സശുധിയാസ്മാ പൃഥനാസു കാസു ചിത്പക്ഷ്യായ ഇന്ദ്ര പരഹോദയേ നൃഭിരസി പ്രദൂർത്തയേ നൃഭിത്തരുത തം ഈശാനാസ ഇരധത്ത വാജിനം വൃക്ഷമത്വം ന വാജിനം. യുദ്ധത്തിന് വിളിക്കുന്ന സമയം ശക്തി നൽകുന്നതിൽ ഇന്ദ്രൻ സമർത്ഥനാകണമേ. ബുദ്ധിമാന്മാരോടുകൂടി യജ്ഞത്തിന് പ്രേരിപ്പിക്കണമേ. യുദ്ധത്തിനു വേണ്ടി വേഗമേറിയ അശ്വത്തെ വിളിക്കുന്നത് പോലെ ഐശ്വര്യവാനായ സാധകൻ ഇന്ദ്രന് വേണ്ടി സാധനകൾ അനുഷ്ഠിക്കുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, യുദ്ധത്തിന് വിളിക്കുന്ന സമയം നീ നമുക്ക് വന്നിട്ട് ശക്തി നൽകണേ എന്ന് പറയുകയാണ്. യുദ്ധം ചെയ്യുക, നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം യുദ്ധം തന്നെയാണ്, ഒരു ഏറ്റുമുട്ടലാണ്. എന്തുകൊണ്ടാണ് ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്? അത് നമ്മളെ ശാസ്ത്രലോകം കണ്ടെത്തിയതാണ്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്തൊരു കർമ്മവും ചെയ്യാൻ പോകുമ്പോൾ അതിന് ദർ ഈസ് എ പ്രതിപ്രവർത്തനം, റിയാക്ഷൻ. അതിനെയാണ് എന്തു പറയുന്ന യുദ്ധമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു കല്ല് പൊട്ടിക്കുക എന്നുള്ളൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ കല്ല് പൊട്ടാൻ സമ്മതിക്കുന്നില്ല, നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ അവിടെ നിന്ന് അതിലുള്ള ബലമെല്ലാം ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് പൊട്ടിച്ച് തരുന്നു. അപ്പം യുദ്ധത്തിന് വിളിക്കുന്ന സമയം നീ ശക്തി നൽകുന്നതിൽ സമർത്ഥനാണ്. നമുക്ക് ശക്തി നൽകും. ഒരു യുദ്ധം നടക്കുമ്പോൾ നീയാണ് നമുക്ക് ശക്തി നൽകുന്നത്. ബുദ്ധിമാന്മാരോടുകൂടി നീ നമ്മുടെ യജ്ഞങ്ങളെ പ്രേരിപ്പിക്കണേ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ പലവരും ബുദ്ധിമാന്മാരായ പലരെയും കൂട്ടുകൂടിയിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും,
പോരാ, വല്ലവൻ്റെയും ബുദ്ധി ആവശ്യമുണ്ടെങ്കിൽ അവനെയും കൂടി കൂട്ടി ചേർത്തുകൊണ്ട്, അപ്പം അതിനെല്ലാം നീ സഹകരിക്കണേ എന്ന് പറയുകയാണ്. അവരെയും കൂടി ഈ യജ്ഞത്തിൽ നീ പ്രേരിപ്പിക്കണേ. യുദ്ധത്തിന് വേണ്ടി കുതിരകളെ നമ്മൾ ബലമുള്ള കുതിരകളെ വിളിക്കുന്നത് പോലെ, പണ്ടുകാലത്ത് കുതിരകളെയാണ് വിളിച്ചിരുന്നത്. ഇന്ന് യുദ്ധത്തിന് പോകുമ്പോൾ എന്താണ് വിളിക്കുക? പ്ലെയിനിനെ വിളിക്കും, വിമാനത്തെ വിളിക്കും. അതും കുതിരകൾക്ക്, കുതിര ശക്തി എന്നതാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്, സഞ്ചരിക്കുന്നതിന് വേണ്ട ശക്തി. അന്ന് കുതിര, ഇന്ന് വിമാനം. യുദ്ധത്തിന് വേണ്ടി വേഗമേറിയ അശ്വങ്ങളെ വിളിക്കുമ്പോൾ ഐശ്വര്യവാനായ അത് നടത്തുന്ന ആൾക്കാരെന്ത് ചെയ്യുന്നു? നിനക്ക് വേണ്ടിയാണ് സാധനകൾ, യജ്ഞങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു വിമാനത്തെ യുദ്ധത്തിന് പോകുമ്പോൾ, വിമാനത്തിൽ കയറി പോകുമ്പോൾ അവിടെ അതിൻ്റെ അകത്തും കുറേ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു രാസപ്രവർത്തനം നടത്തുക, അതിൻ്റെ ഊർജമാണ് വിമാനത്തെ പറക്കാൻ സഹായിക്കുന്നത്. അതിലെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് സാധനങ്ങളെല്ലാം നമ്മൾ അർപ്പിക്കുന്നത്. വിമാനത്തിൽ കയറിയിട്ട് നമ്മൾ പെട്രോൾ കൊടുക്കും, അല്ലെ കത്തിക്കേണ്ട വാഹനത്തിൽ കയറിയിട്ട് പെട്രോളോ ഡീസലോ അല്ലെ വിമാനത്തിലാണെങ്കിൽ അതിൻ്റെ ഇന്ധനമോ കൊടുക്കും. ആ കൊടുക്കുന്ന ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് അവിടെ അതിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാഹനത്തെ മുന്നോട്ടേക്ക് തള്ളാൻ സഹായിക്കുന്ന, ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129-3. ഭസ്മോഹിഷ്മാ വൃഷണം പിന്വസി ത്വജം കം ചിത്യാവീരരും ശൂരമർത്യം പരിവൃണക്ഷിമർത്യം ഇന്ദ്രോദതുഭ്യം തദ്ദിവേ തദ്രുദ്രായ സ്വയശസേ മിത്രായ ഭോജം വരുണായ സപ്രഥ സമൃളീകായ സപ്രസ്ഥ പ്രഥ സപ്രഥ. വെള്ളം ഉള്ളിലൊതുക്കിയ മേഘത്തെ തകർത്ത് ഇന്ദ്രൻ വെള്ളം തുറന്നുവിടുന്നു. ഞാൻ നിനക്ക് വേണ്ടിയും ആകാശത്തിനു വേണ്ടിയും രുദ്രനു വേണ്ടിയും മിത്രനു വേണ്ടിയും വരുണനു വേണ്ടിയും പ്രസിദ്ധമായ സ്തോത്രം ആലപിക്കുന്നു. വീരനായ ഇന്ദ്രനോട് പറയുകയാണ്, വെള്ളം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മേഘത്തെ നീ പിളർന്നിട്ട് നമുക്ക് വെള്ളം നൽകുക, മഴ പെയ്പ്പിച്ചു തരിക. ആകാശത്തിലെ മേഘങ്ങളെ പിളർക്കുന്നതിന് മുമ്പിലും എങ്ങനെയാണ് പിളർക്കുന്ന? ചാർജുള്ള കണങ്ങൾ കൂടിച്ചേരുക. അപ്പോൾ അവിടെ കൂടിച്ചേരുമ്പോൾ ഒരു രാസപ്രവർത്തനമെല്ലാം നടന്നിട്ടാണ് വെള്ളം തിരിച്ച് പഴയ അവസ്ഥയിലേക്കായിട്ട് മഴയായിട്ട് പെയ്യുന്നത്. നീ അതുകൊണ്ട് മേഘത്തെ തളർത്ത് അവിടുന്ന് പൊളിച്ചിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കുക. ഞാൻ നിനക്ക് വേണ്ടിയും ഇന്ദ്രന് വേണ്ടിയും ആകാശത്തിന് വേണ്ടിയും രുദ്രന് വേണ്ടിയും മിത്രന് വേണ്ടിയും വരുണന് വേണ്ടിയും പ്രസിദ്ധങ്ങളായ സ്തോത്രങ്ങൾ ആലപിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രം, സയൻസ് തത്വങ്ങൾ. അപ്പം ഞാൻ സയൻസ് തത്വമെല്ലാം ഉപയോഗിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ്, ആകാശത്തിന് വേണ്ടിയാണ്, ആറ്റങ്ങൾക്ക് വേണ്ടിയാണ്. ആറ്റങ്ങളിൽ കൂടിച്ചേർന്നിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പം ഒരു രാസപ്രവർത്തനം നടത്തേണ്ടത് അവിടെ നടക്കുന്ന ആറ്റങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ആകാശത്തിൽ വെച്ചാണ് മേഘം കൂടിച്ചേർക്കുന്നത്. അപ്പോൾ ആകാശത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് നമ്മളിവിടുന്ന് അയോൺസിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സോമയാഗത്തിലൂടെ സോമം അഗ്നിയിൽ അർപ്പിച്ച് അങ്ങ് അയോൺ രൂപത്തിൽ അയച്ചു കഴിഞ്ഞാൽ ആകാശത്തിൽ വെച്ച് മേഘങ്ങൾ കൂടിച്ചേരും, പെട്ടെന്ന് കൂടിച്ചേരും. അപ്പോൾ ഇന്ദ്രന് പെട്ടെന്ന് മഴ പെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ സ്തോത്രങ്ങൾ, ശാസ്ത്രീയ തത്വങ്ങൾ പ്രയോഗിക്കുന്നത് നിനക്കെല്ലാം വേണ്ടി തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം ആറ്റങ്ങളെ പഠിച്ചിട്ട്, വരുണൻ എന്ന് പറഞ്ഞ ആറ്റത്തിൻ്റെ ഓർബിറ്റുകളെ പറ്റി പഠിച്ചിട്ട്, മിത്രൻ എന്ന് പറഞ്ഞ അനുകൂല സാഹചര്യത്തിൽ വേണം എന്ത് യജ്ഞം ചെയ്യാൻ. ഇന്ദ്രനെ മനസ്സിലാക്കിയിട്ട് ആകാശത്തിലേക്ക് നമ്മൾ പലതരം സ്തോത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യുന്നത്. കൃത്രിമ മഴ പെയ്ക്കുന്ന കാര്യം തന്നെ ഇവിടെ. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129-4. അസ്മാകം വ ഇന്ദ്രം ഉഷ്മസീഷ്ടയേ സഖായം
വിശ്വായും പ്രാസഹം യുജം വാജേഷു പ്രാസഹം യജം അസ്മാഹം ബ്രഹ്മോദയേ വാ വൃത്സുഷു കാസു ചേത് നഹി ത്വാ ശത്രുസ്തരതേ തൃണോഷി യം വിശ്വം ശതം തൃണോഷി യം. ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അഖിലത്തിൻ്റെയും പ്രാണരൂപനായ ഇന്ദ്രനോട് യാചിക്കുന്നു. എല്ലാ യുദ്ധങ്ങളിലും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശക്തി ഉല്ലംഘന യോഗ്യമല്ല. നീ എല്ലാ ശത്രു സമൂഹത്തിലും വ്യാപിക്കണമേ. ഇന്ദ്രനോട് പറയാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പം നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യുന്ന നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. അഖിലത്തിൻ്റെയും പ്രാണരൂപമായ നിന്നെ, നീ എല്ലാറ്റിൻ്റെയും പ്രാണരൂപമാണ് ഇന്ദ്രൻ. നമ്മളെ ഉള്ളിലുള്ള പ്രാണനും ഇന്ദ്രനാണ്. പ്രാണനാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഏകോപിപ്പിക്കുന്ന ശക്തി ആ പ്രാണനെ ഇന്ദ്രനായിട്ടെടുക്കാം. അങ്ങനെയുള്ള ഇന്ദ്രനോട് നമ്മൾ യാചിക്കുകയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാ യുദ്ധങ്ങളിലും നീ ഞങ്ങളെ രക്ഷിക്കണേ. ഏത് യുദ്ധം എന്ന് പറഞ്ഞാൽ ചോറ് വെക്കുമ്പോൾ യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ യുദ്ധമാണ്. കണ്ടു കേട്ടില്ലേ? വീട് വെക്കുമ്പോൾ കല്ലിനെ പൊട്ടിച്ച് കൂട്ടിച്ചേർത്ത് ഇതെല്ലാം ഒരു യുദ്ധം തന്നെയാണ്. പൊട്ടിക്കുക, മുറിക്കുക. യുദ്ധത്തിൽ ആളെ തല വെട്ടും, ഇവിടെ കല്ല് വെട്ടും, എന്നിട്ട് യോജിപ്പിക്കും. ഇങ്ങനെ എന്തെല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാ യുദ്ധങ്ങളിലും നീ രക്ഷിക്കണം. അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. നിന്റെ ശക്തിയെ ആർക്കും ലംഘിക്കാൻ കഴിയില്ല. നിന്നെ തടുക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. കാരണം സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ ഇന്ദ്രൻ പ്രവർത്തിക്കൂ. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ദ്രൻ ആ കാര്യം സാധിപ്പിച്ചിരിക്കണം. നീ എല്ലാ ശത്രു സമൂഹങ്ങളിലേക്കും വ്യാപിച്ചിട്ട് അവരെയെല്ലാം നശിപ്പിച്ചിട്ട് എന്നെ രക്ഷിക്കണേ. ഇനി 5-ാമത്തേല് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129-5. നിഷൂനമാദിമതീം കയസ്യ ചിത്തേ ജിഷ്ടാഭിർ അരണിഭിർ നോദിഭിർ ഉഗ്രാഭിഭിർ ഉഗ്രോദിഭി നേഷിണോ യഥാ പുരാണേന ശൂരാമന്യസേ വിശ്വാനി പുരോർ അപവർഷി വന്യരാസ വന്യർനോ അച്ഛ. ശത്രുക്കളുടെ ദുരഹങ്കാരം തകർക്കാൻ ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രൻ്റെ രക്ഷാസാധനങ്ങൾ ഉചിതമായ മാർഗത്തിൽ കൂടി കൊണ്ടുപോകണം. ഇന്ദ്രൻ പാപരഹിതനാണ്. രക്ഷയുടെ മുന്നോടിയായി മനുഷ്യരുടെ പാപങ്ങൾ അകറ്റിക്കളയുന്നു. ഞങ്ങളുടെ അടുക്കൽ തന്നെ വസിക്കണമേ എന്ന് ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. കർമ്മവാനായ ഇന്ദ്രനോട് പറയുകയാണ്, ശത്രുക്കളുടെ ദുരാഹങ്കാരം തകർക്കണേ. ശത്രുക്കൾക്ക് എപ്പോഴും അഹങ്കാരം ഉണ്ടാവും എന്നുള്ള നിലയിൽ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ തടസ്സമായിട്ട് അവൻ കയറി വരും. അപ്പോൾ ഒരു അഹങ്കാരം തന്നെയാണ് അവന്. നിന്റെ രക്ഷാമാർഗങ്ങൾ സാമഗ്രികളെല്ലാം ഉചിതമായ വഴിയിൽ കൂടി കൊണ്ടുപോകണേ. അതായത് ആ യജ്ഞത്തെ ഉചിതമായ വഴിയിൽ കൂടി നമ്മൾ കൊണ്ടുപോകണേ. ഇന്ദ്രനോട് പറയുകയാണ്. ഒരു ചോറ് വെക്കുമ്പോൾ ചോറിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളെയും എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇന്ദ്രന് നല്ലോണം അറിയാം. അപ്പം എന്ത് വേണം? തിളക്കുമ്പോൾ അടിയിൽ ചൂടായത് മുകളിൽ പോകണം, മുകളിലുള്ളത് താഴത്ത് വേണം. എങ്കിലല്ലേ മിക്സ് ആവുള്ളൂ. അല്ലേ അടി കരിഞ്ഞു പോവില്ലേ? അപ്പം അവിടെ കുറേ രക്ഷാസാധനങ്ങളെല്ലാം നിന്റെ രക്ഷാസാധനങ്ങൾ. നീ അവിടെ കർമ്മം അതാണ് ചോറാക്കി മാറ്റുന്നത്. ആ യജ്ഞത്തെ നീ ശരിയായ വഴിയൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകണേ. നീ പാപരഹിതനാണല്ലോ, അതിന് പക്ഷപാതമൊന്നുമില്ല. അത് ചെയ്യുന്ന എന്താണ്? സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിന് പാപമില്ല, അതിന് പക്ഷപാതമില്ല. ഒരു പെട്രോളിന് തീ കൊടുത്താൽ കത്തും, വെള്ളത്തിന് തീ കൊടുത്താൽ കത്തൂല്ല. അത് സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചെയ്യുക. അതുവഴി നീ മനുഷ്യരുടെ പാപങ്ങളെയും അകറ്റണേ. മനുഷ്യരുടെ പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഷ്ടപ്പാട്
തീർത്ത് തരണേ. മനുഷ്യൻ്റെ പാപം എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ നമ്മൾ പാപികളാണ്, വിശപ്പ് തീരുമ്പം ചോറ് തിന്നുമ്പോൾ നമ്മൾ പാപമെല്ലാം തീർന്നു. അപ്പം മനുഷ്യരെ പാപവും അകറ്റിത്തരണേ. നീ നമ്മുടെ അടുക്ക് തന്നെ എപ്പോഴും ഉണ്ടാകണമെന്ന്. എപ്പോഴും ഉണ്ട് ഇന്ദ്രൻ. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അവിടെ ഇന്ദ്രൻ നമ്മൾ അടുത്ത് തന്നെയുണ്ട്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129 6 പ്രദത് ഭോജേയം ഭവ്യായേന്റെ വേഹവ്യോ നയ ഇഷവാൻമന്മ രേജതി രക്ഷോഹമന്മ രേജതി സ്വയം സോ അസ്മദാനിഭോ പഥൈരജേത ദുർമദീം അവശ്രവേദക ശംസോ പതരം അവക്ഷുദ്രമിവ ശ്രവേത്. ഞാൻ സോമനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഇന്ദ്രനെ വിളിക്കുന്നതിന് യോഗ്യമായ സ്തോത്രങ്ങൾക്ക് പ്രേരണ നൽകുന്നു. അവൻ നിന്ദകരെയും കുമതികളെയും നമ്മിൽ നിന്ന് അകറ്റുന്നു. പാപത്തിൻ്റെ സ്വാർത്ഥം നശിച്ച് ശത്രുക്കൾ നിലംപതിക്കട്ടെ. ഞാൻ സോമത്തോടും പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. സോമത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, സോമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിനോടും പ്രാർത്ഥിക്കുകയാണ്. നീ ഇന്ദ്രൻ പറയുന്ന മാതിരിച്ച് അനുസരിക്കണേ എന്ന്. അതായത് അരിയോടും വെള്ളത്തോടും പറയുകയാണ്, അഗ്നിയോടും പറയുകയാണ്, നീ ഇന്ദ്രന് വേണ്ട എല്ലാം നീ ഇന്ദ്രൻ പറയുന്ന മാതിരി എല്ലാം ചെയ്യണേ എന്ന് പറയുകയാണ്. ആ പ്രാർത്ഥന ഇന്ദ്രനിലേക്ക് യോഗ്യമായ സ്തോത്രങ്ങൾക്ക് പ്രേരണ നൽകുന്നു. ഇന്ദ്രന് യോഗ്യമായ സ്തോത്രങ്ങൾക്ക് പ്രേരണ നൽകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സ്തോത്രം എന്ന് പറഞ്ഞാൽ സയൻസ്, നമ്മൾ യഥാർത്ഥ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുമ്പോൾ അത് ഇന്ദ്രനെ പ്രേരിപ്പിക്കും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യാൻ, ചോറുണ്ടാക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ചൂടാക്കി കഴിഞ്ഞാൽ വസ്തുക്കളെല്ലാം എന്താവും? പദം വരും. വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ പദം വരും. ഈ സയൻസ് തത്വം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്തോത്രങ്ങൾ ഇന്ദ്രനെ പ്രേരിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ദേവതകളെ, ആ സോമങ്ങളെ, അവിടെയുള്ള സോമങ്ങൾ എന്ന് പറഞ്ഞാൽ അരിയും വെള്ളത്തെയെല്ലാം ചോറാക്കി മാറ്റും. അപ്പോൾ അതോടും സഹകരിക്കുവാൻ പറയുകയാണ് സ്തോത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അവർ നിന്ദകരെയും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരെയെല്ലാം അകറ്റണേ. അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങളുണ്ട്. അരിയെ ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു എതിർപ്പ് അതിനുണ്ടാകുന്നുണ്ട്. ആ എതിർപ്പിനെ, നിന്ദിതരെയെല്ലാം അവർ ദൂരീകരിക്കും. ആര്? ഇന്ദ്രൻ. അങ്ങനെ ശത്രുക്കൾ നിലം പരിശാകട്ടെ എന്ന് പറയുകയാണ്. അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങട്ടെ. അരി ചോറാകുന്നതിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം നീങ്ങിപ്പോകട്ടെ. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129 7 വനേമ തത് ഹോത്രയാചിദന്ത്യാം വനേമരയും തൈവ സുവീര്യം രണ്യം സുവീര്യം ദുർമനമാനം സുമന്ദുഭി ഏമിഷാ പ്രജീമഹി സസത്യാഭിരിന്ദ്രം ദുംന ഹൂതിഭിര്യജത്രം ദുംന ഹൂതിഭിഹി. ഞങ്ങൾ ഇന്ദ്രനോട് ഭക്തിപൂർവം രമണീയവും രക്ഷ നൽകുന്നതുമായ ധനം യാചിക്കുന്നു. മനോഹരങ്ങളായ സ്തോത്രങ്ങളാലും ഹവിസിനാലും ഇന്ദ്രനെ പ്രസന്നനാക്കുന്നു. സത്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് പൂജിക്കുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, ഞങ്ങൾ മനോഹരമായ സ്തോത്രങ്ങളാലും ഹവിസിനാലും അങ്ങേ പ്രസന്നനാക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി നമ്മൾ ആഹ്വാനം ചെയ്ത് നിന്നെ പൂജിക്കുകയാണ്. അതായത് ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ദ്രനോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ എന്ന്. അപ്പോഴോ ഇന്ദ്രൻ അത് സാധിപ്പിച്ചു തരും. അപ്പോൾ എന്ത് നമുക്ക് പറ്റും? ഭക്തിപൂർവം നമ്മളത് ചെയ്യുമ്പോൾ രമണീയവും രക്ഷ നൽകുന്നതുമായ ധനം നിന്നോട് യാചിക്കുകയാണ് നമ്മൾ. ആ യജ്ഞത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്, ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുന്നത് നിന്നോട് ധനം യാചിക്കുകയാണ്, യശസ് യാചിക്കുകയാണ്.
ഇപ്പം നമ്മൾ എന്തെല്ലോ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വേണ്ട വസ്തുക്കൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രന് കൊടുത്തിട്ട് ഇന്ദ്രനോട് യാചിക്കുന്ന എന്താണ്? നമുക്ക് ധനം നൽകുക, രമണീയമായ നല്ല ധനം നൽകുക. അരി എന്ന് പറയുന്നത് അത്ര വിലയില്ലാത്ത സാധനമാണ്, അതേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്താക്കിത്തരും? നല്ല ചോറാക്കിയിട്ട് മാറ്റിത്തരും. അപ്പം അതിൻ്റെ വാല്യൂ കൂടും, അപ്പം ധനം നേടും. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 129 8 പ്രപ്രാവോ അസ്മേ സ്വയശോഭിരുതി പരിവർഗ ഇന്ദ്രോ ദുർമദീനാം ദരീമന്ദുർമദീനാം സ്വയം സാരിഷായധ്യൈ യാന ഉപേഷേ അത്രൈ ഹദേമ സന്ന വക്ഷതി ക്ഷിപ്ത്വാ ജൂർണിർന വക്ഷതി. മനുഷ്യരുടെയും ഞങ്ങളുടെയും രക്ഷകനായ ഇന്ദ്രൻ ദുർബുദ്ധികളെ അകറ്റട്ടെ, അവരെ കീറിക്കളയട്ടെ. നമ്മുടെ നേരെ ദൈത്യന്മാർ എറിഞ്ഞിരിക്കുന്ന കുന്തങ്ങൾ മടങ്ങിച്ചെന്ന് അവരെ തന്നെ സംഹരിക്കട്ടെ. ഇവിടെ മനുഷ്യരോട് പറയുകയാണ്, മനുഷ്യരെ, ഞങ്ങളുടെ എല്ലാം രക്ഷകനായ ഇന്ദ്രൻ കുബുദ്ധികളെ ഓടിക്കട്ടെ, അകറ്റട്ടെ. നമ്മളെല്ലാം രക്ഷിക്കുന്നത് ഇന്ദ്രനാണ്. അവൻ കുബുദ്ധികളെ, നമ്മളെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന അതിൻ്റെ അകത്തുള്ള ശക്തിവിശേഷങ്ങളെയെല്ലാം അവൻ ഓടിക്കട്ടെ. ഒരു ചോറുണ്ടാക്കുമ്പോൾ, അരി ചോറാകുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ആ റിയാക്ഷനെ, എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതിനെയെല്ലാം അത് ഓടിക്കും, അവരെ കീറിക്കളയും. അതായത് ആ ശക്തിയെല്ലാം ഇല്ലാതാക്കി കളയും. അരി ചോറാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം ശക്തിയുണ്ടോ അതിനെയെല്ലാം കീറിക്കളയും. നമ്മുടെ നേർക്ക് ഇത്തരം അസുരന്മാര് എറിയുന്ന കുന്തങ്ങളെല്ലാം തിരിഞ്ഞ് അവന് തന്നെ കൊള്ളും. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണോ യജ്ഞം ചെയ്യുന്നത്, ഇന്ദ്രൻ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മളെ രക്ഷിക്കും. അത് എന്ത് അപ്പുറത്തുനിന്ന് ശക്തി വന്നാൽ അതിനെല്ലാം അത് ഇല്ലാതാക്കി കളയും. ഇനി 9 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 129 9 ത്വംന ഇന്ദ്രരായാ പരീണസ യാഹി പദാം അനേഹസ പുരോ യാഹ്യരക്ഷസ സജസ്യ ന പരാഗ ആ സജസ്യ അസ്തമീക ആ പാഹിനോ ദുരാധാരാദ അഭിഷ്ടിഭി സദാ ഭാഗ്യ അഭിഷ്ടിഭി. ഇന്ദ്രൻ ധനവുമായി ഞങ്ങളുടെ അടുക്കൽ വരേണമേ, അങ്ങ് അകലെയാണെങ്കിലും ഞങ്ങളോടൊത്ത് വസിക്കണമേ. ദൂരെയോ സമീപത്തോ എവിടെയാണെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്ദ്രനോട് പറയുകയാണ്, നീ ധനവുമായി ഞങ്ങളുടെ അടുത്ത് വരണേ. നീ എത്ര ദൂരെ ആയാലും നമ്മുടെ അടുത്തേക്ക് വരണേ. ഇന്ദ്രൻ ചിലപ്പോൾ അമേരിക്കയിൽ ചോറ് വെക്കുകയായിരിക്കും, നമ്മൾ ഇവിടെ ചോറ് വെക്കാൻ നോക്കുമ്പോൾ ഇന്ദ്രൻ അപ്പം തന്നെ ഇടിയെത്തും, നമ്മളെ ചോറ് ശരിയാക്കി തരാൻ. അപ്പം നീ ദൂരെയാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരണേ, ഉടനെ എത്തണേ, നമുക്ക് ധനം നേടിത്തരണേ. പിന്നെയോ നീ ദൂരെയായാലും സമീപത്തോ എവിടെയാണെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. അതെപ്പോഴും നമ്മളെ രക്ഷിക്കും. ഇന്ദ്രൻ ഈ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 129 10 ത്വംന ഇന്ദ്രാരായാതരുഷസോ ഗ്രം ചിത്വാ മഹിമാ സക്ഷഭവസേ മഹേ മിത്രം നാവസേ ഓജിഷ്ട ത്രാതരവതാരധംഗം ചിദമർത്യോ അന്യം അസ്മദ്രിഭീഷേ കം ചിദ്ദ്രിവോ നിരീക്ഷന്തം ചിദദ്രിവ. മഹാശക്തനും പാലകനും അമരനുമായ ഇന്ദ്രൻ ധനസഹിതം ഞങ്ങളെ സമീപിക്കണമേ. യശസ്സിനു വേണ്ടി ശക്തി നൽകണമേ. ഞങ്ങളുടെ ദ്രോഹികളെ ശിക്ഷിച്ചാലും. മഹാശക്തനും പാലകൻ, നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നവനും അമരനും. ഇന്ദ്രന് നാശമില്ല. ഇന്ദ്രൻ സൃഷ്ടിയുടെ സമയം മുതൽ ഇന്ദ്രനുണ്ട്. നീ ധനസഹിതം നമ്മളെ സമീപിക്കണേ. ധനം നേടുക എന്നാണ് നമ്മളൊരു യജ്ഞം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ധനം നേടാൻ വേണ്ടി തന്നെയാണ്. ഞങ്ങളെ സമീപിക്കണേ യശസ്സിന് വേണ്ടി. അതിലൂടെ നമ്മൾ യശസ്വികളായി തീരും.
നമ്മൾ യജ്ഞം ചെയ്ത് ലോകം പുരോഗമിക്കുമ്പോൾ നമ്മൾ യശസ്വികളായിത്തീരും. നമുക്ക് ശക്തി നൽകണേ, നമുക്ക് ശക്തി കിട്ടും. നമ്മുടെ ദ്രോഹികളെ, നമുക്ക് കഷ്ടപ്പാട് ദുരിതം ഉണ്ടാകുന്ന ശക്തികളെയെല്ലാം നീ തച്ചുടക്കും, അതിനെ മാറ്റും. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 129-11. പാഹിന ഇന്ദ്രോ സുഷ്ടുതസൃധോ വയാത സത്മിത് ദുർമദീനാം ദേവ സംദുർമദീനാം അന്താപാപസ്യ രക്ഷസത്രാദാ വിപ്രസ്യ മാവതഃ അദാഹിത്വാ ജദിതാം ജീജനത്വസോ രക്ഷോഹണം ത്വാ ജീജനത്വസോ. പാപികളെ പതിപ്പിക്കുന്നവനും ദൈത്യനാശകനും സ്തോതാക്കളുടെ രക്ഷകനുമായ ഇന്ദ്രൻ, പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വജ്രായുധ ഉള്ള ഇന്ദ്രൻ ഇതിനെല്ലാം വേണ്ടി പ്രത്യക്ഷം ആകണമേ. സ്തുത്യർഹനായ, സ്തുതിക്കാൻ യോഗ്യനായ ഇന്ദ്രനോട് പറയാണ്, പാപികളെയെല്ലാം നീ നിലത്ത് പതിപ്പിക്കണേ, അടിച്ച് നിലത്തിടണേ. അതായത് പാപികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാട് ചെയ്യുന്നവരെയല്ല, നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അതിനെ തടസ്സമായി നിൽക്കുന്ന പാപികളെയെല്ലാം അടിച്ച് നിലത്തിടണേ. ദൈത്യന്മാരെ നശിപ്പിക്കുന്നവനെ, ശത്രുത തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നവനെ, സ്തോത്രങ്ങളെ രക്ഷിക്കുന്നവനെ, നമ്മളെ സയൻസിനെ രക്ഷിക്കും. അവൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ നോക്കിയിട്ടല്ല. നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചോറ് വെക്കാൻ നിന്നാൽ ചോറാക്കി തരും. അപ്പം സ്തോത്രങ്ങളുടെ രക്ഷകനാണ്. സ്തോത്രങ്ങൾ സയൻസിനനുസരിച്ച് അത് സാധിപ്പിക്കും. പീഡകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടും. നമ്മളെ കഷ്ടപ്പാടെല്ലാം ദുരിതമെല്ലാം മാറ്റാൻ ഇന്ദ്രൻ തന്നെയാണ്. യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ നമ്മുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരും. ധനേശനാണ്, നീ നിനക്ക് ധനം നേടിത്തരുന്നവനാണ്. വജ്രായുധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ കൈമേലുള്ള ആയുധമാണ് വജ്രായുധം. അത് വെച്ചിട്ടാണ് ഇന്ദ്രൻ എല്ലാ യജ്ഞങ്ങളും മുന്നോട്ടേക്ക് നയിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ചോറ് വെക്കുമ്പോഴും അവിടെ വജ്രായുധം ആവശ്യമുണ്ട്. അരിയിലുള്ള ആറ്റങ്ങളെ വേർപെടുത്തിയിട്ട് അതിലെ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ടാണ് അരി പദമാക്കുന്നത്. അതുകൊണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുധം ഇന്ദ്രൻ്റെ കൈമേലുണ്ട് എന്ന് പറയുകയാണ്. അത് ഏറ്റവും ഹാർഡായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണ്, അതാണ് വജ്രായുധം. അപ്പം വജ്രായുധം ധരിച്ചവനെ, കാരണം എവിടെയും പുതിയൊരു വസ്തു ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, കൂട്ടിച്ചേർക്കുക. വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കല്ല് പൊട്ടിക്കുക, കൂട്ടിച്ചേർക്കുക. ഇതിനെല്ലാം വേണ്ടിയിട്ട്, ഈ യജ്ഞങ്ങളെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടി നീ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാകണേ. നമ്മൾ വിളിക്കുമ്പോൾ പ്രത്യക്ഷനാകണേ.